ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തെ ആദ്യത്തെ 2 വാക്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 1-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവദാസന്മാരെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. ഈ രാത്രിയിൽ നമ്മൾ ദൈവസഭയായി ഒന്നിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവസഭ വിശുദ്ധന്മാരാൽ നിറഞ്ഞിരിക്കുന്നു. ദൈവസഭ ശുശ്രൂഷകന്മാരാലും അധ്യക്ഷന്മാരാലും നിറഞ്ഞിരിക്കുന്നു. ദൈവസഭയിൽ കൃപയും സമാധാനത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. ഈ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ ദൈവസഭയെ പഠിപ്പിക്കുമ്പോൾ പൗലോസ് ദൈവസഭയോട് പറയുകയാണ്, ദൈവജനത്തോട് പറയുകയാണ്, ദൈവസഭ വിശുദ്ധന്മാരാൽ നിറയപ്പെട്ടിരിക്കുന്നു. ദൈവസഭ, യഥാർത്ഥമായൊരു ദൈവസഭയെന്ന് പറയുന്നത് വിശുദ്ധൻ എന്ന പദമല്ല അവിടെ ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ദൈവസഭ ഒരു കൂട്ടായ്മയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്കകത്തോ ഒരു വിശുദ്ധനെ പ്രഖ്യാപിക്കുമ്പോൾ വേദപുസ്തകം അതിന് എതിരായിട്ടാണ് പറഞ്ഞത്. ദൈവസഭ എന്ന് പറയുമ്പോൾ വിശുദ്ധന്മാരുടെ കൂട്ടമായിട്ടാണ് ദൈവസഭ അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അനേക വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നെങ്കിലും അതൊന്നും വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിശുദ്ധ പദവിയിലേക്ക് അവരെ ആനയിക്കുന്നതല്ല. അത് ഒരു കൂട്ടം ജനം അവരെ വിശുദ്ധന്മാരാക്കുമ്പോൾ വേദപുസ്തകം പറയുന്നത് വിളിച്ച് വേർതിരിച്ച് കർത്താവിൻ്റെ അംഗമായി തീരുമ്പോൾ, ദൈവസഭയുടെ ഭാഗമായി തീരുമ്പോൾ അവരെ വിളിക്കുന്ന പേരാണ് വിശുദ്ധന്മാർ. അപ്പോൾ ദൈവസഭ ഏറ്റവും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദൈവസഭ വിടുതൽ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവസഭയ്ക്കകത്ത് വിശുദ്ധന്മാർ ഉണ്ടായിരിക്കണം. വിശുദ്ധന്മാരുടെ കൂട്ടത്തെ മാത്രമേ ദൈവസഭ എന്ന് പേർ പറയുവാൻ കഴിയുള്ളൂ. ആ വിശുദ്ധന്മാരുടെ കൂട്ടം ഉണ്ടാകുന്നത് എപ്രകാരമാണ് എന്ന് വെച്ചാൽ, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് കഴിയുമ്പോൾ നമ്മൾ വിശുദ്ധ പദവിയിലേക്ക്, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ ഈ വിശുദ്ധന്മാരെ കുറിച്ച് പഠിച്ചു കഴിയുമ്പോൾ മൂന്ന് രീതിയിലേക്ക് വിശുദ്ധിയിലേക്ക് അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവസഭയ്ക്ക് കഴിയും. ഒന്ന് പേഴ്സണൽ സാന്റിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ സ്ഥാനപരമായ വിശുദ്ധീകരണമാണ്. ആ സ്ഥാനത്തിലേക്ക് നമ്മൾ കയറുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു വ്യക്തി ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ, അവൻ ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്തു കഴിയുമ്പോൾ ആ സ്ഥാനത്തിലേക്ക്, വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചെടുക്കുവാൻ കഴിയും. ആ വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചെടുക്കുവാൻ കഴിയും. അത് ഒരിക്കലും മാറിപ്പോകുന്നതല്ല, ഒരിക്കലും നീങ്ങിപ്പോകുന്നതല്ല. വിശുദ്ധി ജീവിച്ചാൽ ആ വിശുദ്ധി ശാശ്വതമായ ഒരു വിശുദ്ധിയിലേക്ക് അവൻ്റെ ജീവിതം നയിച്ചെടുക്കുവാൻ കഴിയും. അതുകൊണ്ടാണല്ലോ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിച്ചു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്കുണ്ട്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോകരിക്കായുള്ളവരെ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, നിങ്ങൾ ഈ പോസ്റ്റിലേക്ക്, നിങ്ങൾ അതിലേക്ക്, ആ സ്ഥാനത്തിലേക്ക് നിങ്ങൾ കയറിയിരിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന ആ പേരിന് അർഹനായി തീർന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മൾ വിശുദ്ധന്മാർ എന്ന് പേരിനാൽ അറിയപ്പെടുമ്പോൾ, ദൈവസഭ അറിയപ്പെടുമ്പോൾ, ദൈവസഭയിലെ ജനം അറിയപ്പെടുമ്പോൾ, ഈ രാത്രിയിലും ഒന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. ആ പേരിന് നമ്മൾ അർഹയാണോ എന്ന് ശോധന ചെയ്യണം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന് നമ്മളെ ഒരാൾ വിളിക്കുമ്പോൾ, അല്ലെ നമ്മളെ കർത്താവ് വിളിക്കുമ്പോൾ, ആ പേരിന് അർഹനാണോ എന്ന് നമ്മൾ തന്നെ ശോധന ചെയ്യണം. എബ്രായ ലേഖനം തന്നെ 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്, ആ ഇഷ്ടത്താൽ നാം യേശു ക്രിസ്തുവിന് ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ശരീരയാഗത്താൽ, ക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരാൾ ദൈവസഭയുടെ ഭാഗമായി തീരുമ്പോൾ, കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് കഴിയുമ്പോൾ, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവന് ലഭിക്കുന്ന ആദ്യത്തെ പോസ്റ്റാണ്, ആ സ്ഥാനത്തിലേക്ക് കയറുന്നു, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് അവന്റെ പേരും ചേർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, ഒന്നും വിശുദ്ധിയുടെ മാർഗമല്ല. മനുഷ്യൻ കൊടുക്കുന്ന പോസ്റ്റുകളോ മനുഷ്യൻ കൊടുക്കുന്ന പേരുകളോ ഒന്നും ഈ വിശുദ്ധിയുടെ ഗണത്തിൽ പെടുന്നില്ല. നമ്മൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ ആ വിശുദ്ധിയുടെ ഗണത്തിലേക്ക് നമുക്ക് അകപ്പെടുവാൻ കഴിയുള്ളൂ. ഇനി രണ്ടാമത്തെ
ഗണത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് പ്രോഗ്രസീവാണ്, അല്ലെങ്കിൽ അത് പുരോഗതി ഉണ്ടാകുന്ന വിശുദ്ധീകരണമാണ്. ഒരുവൻ യഥാർത്ഥമായി ദൈവാത്മാവിനെ അനുസരിച്ചുകൊണ്ട് ആദ്യം യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ പദവിയിലേക്ക്, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഞാൻ അകപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ കയറി കഴിയുമ്പോൾ, അവിടം കൊണ്ട് എൻ്റെ ജീവിതം, ക്രിസ്ത്യ ജീവിതം തീർന്നു പോകുകയല്ല ചെയ്യുന്നത്. അതിനൊരു പ്രോഗ്രസീവ് ഉണ്ട്, ഒരു പുരോഗമനമുണ്ട്. ആ പുരോഗമനത്തിലേക്ക് ഞാൻ കടണം. അതെങ്ങനെ? ദൈവാത്മാവിനെ ദിനം പ്രതി അനുസരിച്ച് ആ വേർപെട്ട ജീവിതം നയിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ഞാൻ യഥാർത്ഥമായി ആകുവാൻ കഴിയുള്ളൂ. ഈ കാലഘട്ടം ഒരുപക്ഷെ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞതുകൊണ്ട്, ദൈവസഭയുടെ ഭാഗമായി എന്ന് പറഞ്ഞുകൊണ്ട്, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് അംഗമാക്കി തീർത്തു എന്ന് പറഞ്ഞതുകൊണ്ട് പൗലോസ് പറയാണ് അവിടം കൊണ്ട് തീർന്നില്ല, അതിനൊരു വളർച്ച ഉണ്ടാകണം. ആ വളർച്ച ഉണ്ടാകുന്നവരുടെ കൂട്ടത്തെയാണ് ദൈവസഭ എന്ന് പറയുന്നത്. അതാണ് വിശുദ്ധന്മാരുടെ സഭ എന്ന് പറയുന്നത്. ആ വിശുദ്ധന്മാരുടെ സഭയിൽ ഞാനും നിങ്ങളും അംഗമായി തീരുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവാത്മാവിനെ ദിനം പ്രതി അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരായി തീരണം. ദൈവാത്മാവിനെ വിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, ദൈവാത്മാവിനെ അനുസരിക്കാതാണ് നമ്മുടെ യാത്രയെങ്കിൽ, കർത്താവ് പറയുന്നത് കേൾക്കുവാൻ തയ്യാറാകാത്തുള്ള ജീവിത രീതിയാണ് നമുക്കുണ്ടെങ്കിൽ, നമ്മൾ ഈ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും സംഘത്തിലും ഇല്ല. നമ്മൾ ഒരുപക്ഷെ അശരീരമായി ഈ ലോകത്തിന്റെ സഭയുടെ അംഗമാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ സ്വർഗീയ സഭയുടെ അംഗമാകണമെങ്കിൽ ദിനം പ്രതി, ആഴ്ചയിൽ ഒരിക്കലോ തിരുവത്താഴ ശുശ്രൂഷ നടക്കുമ്പോഴോ അല്ല കർത്താവിനെ അനുസരിച്ച് ജീവിക്കേണ്ടത്. ദിനം പ്രതി 24x7, 24 മണിക്കൂറും 7 ദിവസവും 365 ദിവസവും രക്ഷിക്കപ്പെട്ടത് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ദൈവസഭയുടെ ഭാഗമായി നമ്മൾ വിശുദ്ധന്മാരുടെ ഗണത്തിലായി തീരുന്ന നിമിഷം മുതൽ ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കണം. ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കണം. ദൈവാത്മാവിനെ അനുസരിച്ച് നടന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് ചേരുവാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാം ഭാഗം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഈ സത്യത്താൽ അവരെ പരിശുദ്ധാത്മാവ് ദിനംതോറും നമ്മളെ വിശുദ്ധീകരിച്ചുകൊണ്ട് നടക്കുകയാണ്. നിന്റെ വചനം സത്യമാകുന്നു. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്തു കർത്താവിന്റെ തേജസ്സ് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവർ നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനത്തിന് തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചു അതേ പ്രതിബിംബമായി രൂപാന്തരപ്പെടുന്നു. അപ്പം ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവനൊരു മുന്നോട്ടുള്ള ജൈത്രയാത്രയിൽ വിശുദ്ധീകരണം പ്രാപിച്ചെടുക്കണമെങ്കിൽ ആ തേജസ് പ്രാപിച്ചു ദിനംതോറും രൂപാന്തരപ്പെടുന്നവനായി തീരണം. പഴയ സ്വഭാവത്തിലേക്ക് പോകുന്നവൻ വിശുദ്ധന്മാരുടെ ഗണത്തിലുണ്ടെന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ ലോകം അംഗീകരിക്കും, ദൈവം അംഗീകരിക്കത്തില്ല. ഞാനും നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ കാണിച്ചു കൂട്ടിയ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മൾ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവകൽപ്പന അനുസരിച്ച് മുന്നോട്ട് കടന്നു വന്നിട്ട് നമ്മൾ വിശുദ്ധന്മാരുടെ ഗണത്തിലായതിനു ശേഷം അതേ പാപരീതികൾ, പാപ സ്വഭാവങ്ങൾ നമ്മൾ ആത്മീയത വിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രാത്രികാലം നമ്മൾ ഓർത്തോണം, നമ്മൾ വിശുദ്ധന്മാരുടെ ഗണത്തിലില്ല. നമ്മൾ അതിന് അകന്നുപോയി ദിനംതോറും ദൈവസന്നിധിയിൽ ദൈവാത്മാവിനെ കീഴ്പ്പെട്ടുകൊണ്ട്, ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, ആത്മാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് നമ്മൾ തേജസ് പ്രാപിച്ചുകൊണ്ട് രൂപാന്തരപ്പെട്ട് പാസ്റ്റർ ഓൽപ്പിച്ചതുപോലെ ലോകത്തിന് അനുരൂപരാകാതെ രൂപാന്തരം പ്രാപിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധന്മാരുടെ ഗണത്തിൽ നമ്മളുണ്ട് എന്ന് നമുക്ക് പറയുവാൻ കഴിയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അനേക വാക്യങ്ങൾ പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി മുഖാന്തരമായിട്ട് ഞാൻ മുന്നോട്ട് കടന്നു പോവുകയാണ്. ഇത് രണ്ടും, ആദ്യം പറഞ്ഞ സ്ഥാനം തരുന്ന വിശുദ്ധീകരണവും നമുക്ക് ജീവിതയാത്രയിൽ മുന്നോട്ടുള്ള പുരോഗമനം തരുന്ന വിശുദ്ധീകരണവും കഴിഞ്ഞതിന് ശേഷം അടുത്തതായി നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരു പൂർത്തീകരണമുണ്ട്. അത് നിത്യമായ വിശുദ്ധീകരണമാണ്. അത് ഇറ്റേണൽ സാന്റിഫിക്കേഷൻ ആണ്, നിത്യമായ വിശുദ്ധീകരണം. അത് ഒരു വിശ്വാസി പ്രാപിച്ചെടുക്കണമെങ്കിൽ ഇത് രണ്ടും, ആദ്യം പറഞ്ഞിരിക്കുന്ന 2 വിശുദ്ധീകരണത്തിലേക്കൂടിയും അല്ലെങ്കിൽ അത് പറഞ്ഞ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് ദൈവാത്മാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിന്റെ പാപത്തിനോ ഈ ലോകത്തിന്റെ ശക്തികൾക്കോ അവനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാതെ ദൈവാത്മാവിന്റെ ശക്തിയോടുകൂടി ഈ ലോകത്തിന്റെ പാപത്തെ അവൻ ജയിച്ച് അതിനെ പരാജയനാക്കി തീർത്തുകൊണ്ട് ദൈവാത്മാവിന്റെ ശക്തിയോട് ജീവിച്ചു കഴിയുമ്പോൾ
ഒരിക്കൽ കാഹളം ധ്വനിക്കും. ആ കാഹളത്തിന് ധ്വനിയുടെ ശബ്ദം കേട്ട് അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഈ രാത്രിയിലും നമ്മൾ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം പറയുന്ന എഫേസ്യ ലേഖനം നമ്മൾ പഠിച്ച വാക്കുകളാണല്ലോ. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത് 27-ാം വാക്യത്തിൽ പറയുന്ന വാക്ക് ഇപ്രകാരമാണ്: കറ, ചുളുക്കം മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കമായി നീക്കുന്ന തന്നെ തേജസ്സോടെ മുന്നറിയേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ദൈവസഭ ഇറ്റേണൽ സാന്റിഫിക്കേഷന് വേണ്ടി, നിത്യമായ വിശുദ്ധീകരണത്തിന് വേണ്ടി എത്തിച്ചേരണമെങ്കിൽ എന്ത് ചേരണം? ദൈനംദിന ജീവിതത്തിനകത്ത് കറ, ചുളുക്കം, വാട്ടം, മാലിന്യമൊന്നുമില്ലാത്ത ഒരു ദൈവസഭയായി തീർന്നെങ്കിൽ മാത്രമേ ആ ദൈവസഭയെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. വിശുദ്ധ ദൈവസഭ വേദപുസ്തകങ്ങൾ പഠിച്ചു വരുമ്പോൾ ദൈവസഭ എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ലോകപ്രകാരം നടക്കുന്നവന്റെ കൂട്ടമല്ല, ലോകപ്രകാരം ചിന്തിക്കുന്നവന്റെ കൂട്ടമല്ല, ലോകപ്രകാരം നടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തി ചെയ്യുന്നവന്റെ കൂട്ടമല്ല. ദൈവസഭ, ക്രിസ്തുവിന്റെ സഭ എന്ന് പറയുന്നത് അത് വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിനകത്ത് കറയും കാണാൻ പാടില്ല, ചുളക്കം കാണാൻ പാടില്ല, ലോകത്തിന്റെ ഒരു ഇമ്പങ്ങളും കാണാൻ പാടില്ല, ലോകത്തിന്റെ മോഹങ്ങളൊന്നും കാണുവാൻ പാടില്ല. അത് നിത്യതയ്ക്ക് വേണ്ടി നോക്കി നിൽക്കുന്ന ദൈവസഭയാണ്. അവന് വേണ്ടി മാത്രമാണ് കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുന്നത്. അവനെ ചേർക്കുവാൻ വേണ്ടിയാണ് ആ വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് അവൻ എത്തിച്ചേരുവാൻ കഴിയും. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓടുന്നതും അധ്വാനിക്കുന്നതും എന്തിനു വേണ്ടിയാണെന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി വേണം നമ്മൾ ഓടുവാൻ. ഈ ഒന്ന് യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു: പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുന്നു എന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നുകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്നറിയുന്നു. വിശുദ്ധീകരണത്തിന്റെ അല്ലെങ്കിൽ വിശുദ്ധിയുടെ പൂർത്തീകരണം അവിടെയാണ് എത്തുന്നത്. ഇപ്പോൾ നമുക്കറിയത്തില്ല നാം ആരാകുമെന്ന്. പക്ഷെ ജീവിതയാത്രയിൽ കർത്താവ് രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷം ദൈവാത്മാവിനെ അനുസരിച്ച് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളും ഈ ലോകത്തിന്റെ ഇച്ഛകളും തൊടാതെ വിശുദ്ധിയിൽ ജീവിച്ചു വരുന്ന ഒരു ദൈവ പൈതലിന് പറയുവാൻ കഴിയുന്ന ഒരു വാക്കാണ്ട്: അവനോട് കൂടെ ഞാൻ സദൃശനാകും, അവന്റെ മുഖത്തെ കാണുവാൻ എനിക്ക് ഇടവരും. കാരണം ഈ ലോകത്തിന്റെ മാലിന്യങ്ങളൊന്നും ഏക്കാത്ത നല്ല വിശുദ്ധിയുള്ള വ്യക്തി ജീവിതമാണ് എന്ന് ആ വിശുദ്ധന്മാരുടെ ഗണത്തിൽ എൻ്റെ പേരും കാണുമെന്ന് ദൈവാത്മാവിൽ നമുക്കൊന്നു ചേർന്ന് ദൈവസന്നിധിയിൽ പറയുവാൻ കഴിയും. ഇനി മാത്രമല്ല, നാം എന്തിനാണ് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് വന്നു ചേർന്നത്? ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും അതേ ഗണത്തിലേക്ക് വന്നു ചേർന്നു. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം പഠിച്ചു വരുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത് യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് 3 പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പൊ ദൈവം വിശുദ്ധനായതുകൊണ്ട് നമ്മളും അതേ വിശുദ്ധിയിൽ നടക്കണം. അപ്പോൾ നമുക്കൊരു ചോദ്യമുണ്ട്: ദൈവത്തെ പോലെ വിശുദ്ധനായി തീരുവാൻ നമുക്ക് കഴിയുമോ? ദൈവത്തെ പോലെ വിശുദ്ധനായി തീരുവാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെടുക്കുവാൻ കഴിയണം. കാരണം നമ്മളെ രക്ഷിച്ച, താഴോട്ടുള്ള വാക്യങ്ങൾ വരുന്നുണ്ട്, നമ്മളെ രക്ഷിച്ചവൻ ആരാണെന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നമ്മൾ നടക്കാൻ. അപ്പൊ ദൈവം പരിശുദ്ധനായതുകൊണ്ട് ദൈവസഭയിലെ വിശ്വാസികൾ വിശുദ്ധിയിൽ നടക്കണം. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 4-ാം അധ്യായത്തിന്റെ 8-ാം അധ്യായത്തിൽ ഇതേ വാക്ക് തന്നെ പറയുന്നുണ്ട് യോഹന്നാൻ: ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് രാപകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, എവിടെ? നിത്യതയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. അവൻ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾക്ക് നടുവിലേക്ക് ഈ ലോകപ്രകാരം നടന്നവനെ അങ്ങോട്ട് എത്തിക്കുവാൻ കഴിയത്തില്ല എന്ന് വ്യക്തമായ കാര്യമാണ്. അവിടെ എത്തണമെങ്കിൽ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും ഗണത്തിലും പേരിലുണ്ടാകുന്ന വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് എത്തപ്പെടുവാൻ കഴിയുള്ളൂ. അവിടെ പരിശുദ്ധന്റെ മുഖം കാണുകണമെങ്കിൽ ഞാനും നിങ്ങളും ദൈവസനിൽ വിശുദ്ധിയോടെ ജീവിക്കണം. ഇനി യേശു കർത്താവ് പരിശുദ്ധനായതുകൊണ്ട് നമ്മളും അതേ വിശുദ്ധിയിൽ ജീവിച്ചെടുക്കുവാൻ കഴിയണം. പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്ന ഒരു വാക്കുണ്ട്: നീ അഭിഷേകം ചെയ്ത യേശു
എന്ന നിന്റെ പരിശുദ്ധദാസന്. അപ്പോൾ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഈ ലോക യുവതയാത്രയിൽ ഒരു പരിശുദ്ധനായിട്ട് ജീവിച്ചു. നമ്മൾ വിശുദ്ധിയിലേക്ക് വരേണ്ടത്, വിശുദ്ധന്മാരുടെ ഗണത്തിലേക്ക് വരേണ്ടതിന് കാരണം ദൈവം നമുക്ക് വേണ്ടി ജീവനെ തന്ന, സ്വർഗത്തിലെ സകല മഹിമകളെയും വെടിഞ്ഞ് ഈ താണ ലോകത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് തൻ്റെ ജീവനെ നമുക്ക് വേണ്ടി തന്ന ദൈവം പരിശുദ്ധിയോടുകൂടി ഈ ലോകത്തിൽ ജീവിച്ചെങ്കിൽ അതിൻ്റെ ആ ഗണത്തിലേക്ക് അവൻ്റെ മുഖം കാണുവാൻ വേണ്ടി നമുക്ക് വേണ്ടി ജീവനെ തന്ന യേശു കർത്താവിന്റെ പൊന്മുഖം കണ്ട് ആ ദൈവത്തെ ആരാധിക്കുവാനും ചൊല്ലേണ്ട ഞാനും വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് പറയുന്നു. അതിന്റെ 30-ാം വാക്യത്തിലും ഇതേ വാക്ക് തന്നെ പറയുന്നു, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടി നിന്നാലും നിന്റെ പരിശുദ്ധനായ ദാസനായ യേശുവിന്റെ. അപ്പൊ പരിശുദ്ധനായ യേശുവിന്റെ ദാസന്മാരെല്ലാം വിശുദ്ധന്മാരായി ജീവിക്കണം. ഇനിയും മാത്രമല്ല, നമുക്ക് കാര്യസ്ഥനായി തന്ന ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ്, നമ്മുടെ ശരീരത്തിൽ വസിക്കുവാൻ തന്ന ദൈവത്തിന്റെ ആത്മാവ്, അതിനെയും പറയുന്ന വാക്കെന്തെന്നറിയാമോ? പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്ക് കാണാൻ പാഠം അറിയുന്നൊരു വാക്യമാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അവിടെയും ആത്മാവിനെ കുറിച്ച് പറയുന്നത് പരിശുദ്ധാത്മാവെന്നാണ്, വിശുദ്ധിയുള്ള ആത്മാവെന്നാണ്. വിശുദ്ധിയുള്ള ആത്മാവ് വിശുദ്ധന്മാരുടെ മേൽ മാത്രമേ വ്യാപരിക്കത്തുള്ളൂ. അവിടെ വ്യക്തമായി പറയുന്നു, ഞാൻ വിശുദ്ധനാണെങ്കിൽ എൻ്റെ അകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരും. ഞാൻ അശുദ്ധനാണെങ്കിൽ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തേക്ക് കടന്നു വരികയില്ല. ആ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ ഈ ലോകത്തിന് അനുരൂപപ്പെട്ടു പോകാതെ വിശുദ്ധിയിൽ ജീവിക്കുവാനുള്ള സകല ഗൈഡൻസും തരുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഇന്ന് നമുക്ക് പലർക്കും ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയാത്തതിന്റെ കാരണം ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ്. പലരും രക്ഷിക്കപ്പെട്ടു എന്ന് പേര് പറയുന്നുണ്ടെങ്കിലും, കർത്താവിനെ അറിയുന്നു എന്ന് പേര് പറയുന്നുണ്ടെങ്കിലും, ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ കഴിയാത്തത് കൊണ്ട് എന്തു പറ്റി? ഈ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നമ്മളിൽ നിന്ന് അകന്നു പോകുന്നു. ഇവിടെ പറയാണ്, നമ്മുടെ ശരീരത്തിൽ വസിക്കുവാൻ വേണ്ടി ദൈവം തന്ന ആത്മാവ് അത് പരിശുദ്ധിയുടെ ആത്മാവാണ്. ആ പരിശുദ്ധിയുടെ ആത്മാവിനാൽ, പരിശുദ്ധാത്മാവിനാൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ദൈവജനം വിശുദ്ധന്മാരായി തീരണം. പ്രിയ സ്നേഹിതരെ, നമ്മൾ വിശുദ്ധന്മാരെന്ന് പറയുമ്പോൾ സഭായോഗത്തിന് കടന്നു വന്നിട്ട് നമ്മൾ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചിട്ട് നമ്മൾ ജീവിതയാത്രയിൽ ലോകത്തിന്റെ മോഹങ്ങൾക്ക് വേണ്ടി നടക്കുന്ന വ്യക്തികളാണെങ്കിൽ നമ്മുടെ അകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് വസിക്കത്തില്ലെന്ന് വിശുദ്ധ വേദപുസ്തകം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അകത്തേക്ക് ദൈവത്തിന്റെ ആത്മാവ് വസിക്കണമെങ്കിൽ ഈ ലോകത്തിന്റെ കറ, ചുളുക്കം, മാലിന്യം, വാട്ടം ഇതൊന്നും മേശാതെ കർത്താവ് ഞാൻ ഉള്ളതും ഞാൻ അധ്വാനിക്കുന്നതും എൻ്റെ ലക്ഷ്യവും ഒറ്റൊരിടത്തേക്ക് മാത്രമാണ്. അതിനുവേണ്ടിയാണ് എൻ്റെ അകത്ത് ആത്മാവ് ദിനംതോറും ഞാൻ തെറ്റിലേക്ക് അകപ്പെടുമ്പോൾ, തെറ്റ് ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ, മറ്റുള്ളവരുടെ കോപത്തോട് സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ഇതര വാക്കുകൾ പറയുമ്പോൾ ആ പരിശുദ്ധാത്മാ അകത്തുനിന്ന് എന്നെ കുത്തും. പരിശുദ്ധാത്മാവ് ഉള്ളവനെ അകത്തുനിന്ന് ആത്മാവ് കുത്തും. നീ അത് ചെയ്യരുത്, നീ അങ്ങനെ പോകരുത്, കാരണം നീ ഈ ലോകത്തിനുള്ളവനല്ല, നീ വരുവാനുള്ള ലോകത്തിനുള്ളവനാണ്. അതുകൊണ്ട് നീ അത് ചെയ്യരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ദിനംതോറും നമ്മളെ വഴി നടത്തും. മാത്രമല്ല, ഇത് മൂന്നും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയും. അവർ മൂന്നും വിശുദ്ധന്മാരായതുകൊണ്ട് അവന് വേണ്ടി കാത്തിരിക്കുന്ന ജനവും വിശുദ്ധന്മാരായി തീരണം. ഇനിയും നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന പുസ്തകവും വിശുദ്ധ വേദ പുസ്തകമാണ്, വിശുദ്ധ വേദ പുസ്തകമാണ്. അതുകൊണ്ടാണല്ലോ റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഇപ്രകാരം പറയുന്നത്, ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ. അപ്പോൾ ഈ പുസ്തകമെന്ന് പറയുന്നത്, ഞാൻ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നടക്കേണ്ടത് കാര്യം അറിയാമോ? ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് വായന മുഖാന്തരമായിട്ട് ഒരുവനെ കാണുവാൻ എനിക്ക് അനുവാദം തന്ന ആ എൻ്റെ മുൻ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന പുസ്തകം വിശുദ്ധ പുസ്തകമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ ജീവിച്ചെടുക്കണം. വിശുദ്ധിയോടെ ജീവിച്ചെടുക്കണം. മാത്രമല്ല, ഇനിയും എന്തുകൊണ്ടാണ് നമ്മൾ വിശുദ്ധന്മാരായി ജീവിച്ചെടുക്കേണ്ടത്? നമ്മുടെ ജീവിതയാത്രയിൽ വിശുദ്ധിയോടെ ജീവിച്ചെടുക്കുന്ന നമുക്ക് നൽകിയിരിക്കുന്ന നാമം എന്ന് പറയുന്നത്
വിശുദ്ധ സഹോദരന്മാരെന്ന നാമമാണ് വേദപുസ്തകം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. വിശുദ്ധ സഹോദരന്മാര്, ദൈവസഭയിൽ കടന്നു വന്നിരിക്കുന്ന സഹോദരന്മാരെ കുറിച്ച് ദൈവവചനം പറയുന്നത് വിശുദ്ധ സഹോദരന്മാരെന്നാണ്, വിശുദ്ധിയുള്ള സഹോദരന്മാരെന്നാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? വിശുദ്ധന്മാരായി ജീവിച്ചിരിക്കുക. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ. അപ്പം ദൈവസഭ എന്ന് പറയുന്നത്, ദൈവജനം എന്ന് പറയുന്നത് അശുദ്ധിയുള്ളവരല്ല, വിശുദ്ധന്മാരാണ്. ഇനിയും എന്തിനു വേണ്ടി നമ്മൾ വിശുദ്ധന്മാരായി ജീവിക്കണം? ആ ദൈവത്തിൻ്റെ മുൻപാകെ ചെന്ന് നിൽക്കുമ്പോൾ മഹത്തായ ദാനം ലഭിക്കുവാനും ആ ഒരു വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് വേണ്ടിയും നാം വിശുദ്ധിയോട് ജീവിച്ചെടുക്കണം. ഞാൻ വേഗം മുന്നോട്ട് കാണാതെ 1 പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് നമ്മളെ പണിയപ്പെടുന്നു. നമ്മൾ എന്തിനു വേണ്ടി വിശുദ്ധ പുരോഹിത വർഗമാക്കി നമ്മളെ പണിയപ്പെടുന്നു. ഇനിയും അടുത്ത കാര്യം കൊണ്ട് വേഗം 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മുന്നോട്ട് വേഗം പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും നമ്മൾ എന്തിനു വിശുദ്ധിയോട് ജീവിക്കണം? ദൈവത്തിൻ്റെ മഹത്തായ വിളി നമുക്ക് ലഭിച്ചത് കൊണ്ട് നാം വിശുദ്ധിയോടെ ജീവിച്ചെടുക്കണം. അതാണ് 2 തീമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തു. അപ്പം വിശുദ്ധ വിളി കൊണ്ട് നമ്മളെ വിളിച്ചത് കൊണ്ട് ലോകപ്രകാരം ഒരു വ്യക്തി അല്ല നമ്മളെ വിളിച്ചത്, ലോകപ്രകാരം ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുവാൻ വേണ്ടി അല്ല വിളിച്ചത്, നമ്മളെ വിശുദ്ധ വിളിക്ക് വേണ്ടി നിർമ്മലതയോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. അവൻ വിശുദ്ധനായതിനാൽ നമ്മളും വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യം. മഹത്തായ ഒരു വിളിയാണ്. എഫെസ്യ ലേഖനം പഠിച്ചപ്പോൾ നമ്മളത് വാക്കുകൾ നമ്മൾ പഠിച്ചതാണ്. മഹത്തായ വിളി. ഇത് ചെറിയ വിളിയല്ല. ഇത് നമ്മൾ ഈ കാണുന്നത് പോലുള്ള, നമ്മളെ മറ്റുള്ളവർ കൂട്ടുകാർ വിളിക്കുന്നത് പോലുള്ള വിളിയല്ല. ഇത് മഹത്വ, സർവ ബഹുമാനം നമുക്ക് തന്ന് സർവ വിലയും തന്ന് ആ വിളിച്ച മഹാനൊത്തവണ്ണം വിശുദ്ധിയോടെ ജീവിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. മാത്രമല്ല, ദൈവത്തിന്റെ മുൻപിൽ കർത്താവിന്റെ തിരിച്ചുവരവിൽ മഹത്തായ ഉദ്ദേശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മുൻപാകെ വിശുദ്ധന്മാരായി നമ്മളെ അവതരിപ്പിക്കുക, പിതാവിന്റെ മുൻപിൽ നമ്മളെ പ്രസന്റ് ചെയ്യുവാൻ വേണ്ടി വിശുദ്ധന്മാരാ ആക്കിയിരിക്കുകയാണ്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നമുക്ക് അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരം തന്റെ മരണത്താൽ നിരപ്പിച്ചു. യേശു കർത്താവിന്റെ മരണം കൊണ്ട് നമുക്ക് ലഭിച്ചത് പിതാവിന്റെ മുൻപിൽ നമ്മളെ വിശുദ്ധന്മാരായി നിർത്തുവാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ യേശു കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ വിലയേറിയ രക്തത്താൽ വിടുതൽ പ്രാപിച്ച ഞാനും നിങ്ങളും ജീവിച്ചെടുക്കേണ്ടത് ലോകത്തിന്റെ ഇഷ്ടപ്രകാരമല്ല, വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ വേണ്ടി. എന്തിനു വേണ്ടി? യേശു കർത്താവിന് ഒരിക്കൽ പറയുവാൻ കഴിയണം. കാഹളം ധ്വനിച്ച് നമ്മൾ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ, പിതാവിന് മുൻപിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ, ഞാൻ എൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുക്കപ്പെട്ട ഒരു കൂട്ടം ജനമുണ്ട്, അവർ വിശുദ്ധന്മാരാണ്, പിതാവിന്റെ മുഖം കാണുവാൻ യോഗ്യന്മാരാണെന്നുള്ള ആ വിളി ലഭിക്കുവാൻ വേണ്ടിയാണ് ഈ ലോക ജീവിതയാത്രയിൽ നമ്മൾ വിശുദ്ധന്മാരായി ജീവിച്ചെടുക്കേണ്ടത്. ഒരുപക്ഷെ നമ്മുടെ ജീവിതയാത്രയിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മൾ ഒരുപക്ഷെ ജീവിതയാത്രയിൽ ഈ വിശുദ്ധിയൊക്കെ പലപ്പോഴും മാറ്റി നിർത്താറുണ്ട്. ജീവിതയാത്രയിൽ ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ മുഖാന്തരമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധിയിൽ കടന്നു വരുമ്പോൾ പലപ്പോഴും നമ്മുടെ ആത്മീയത പോലും നമ്മൾ മറന്നു പോകാറുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൽ അപ്പോസ്തലന്മാരും യേശു കർത്താവും പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്, നമ്മൾ വിശുദ്ധന്മാരായി നിർത്തണം. കാരണം അതിനു വേണ്ടിയാണ് നമ്മളെ കർത്താവ് വിളിച്ചത്. മാത്രമല്ല, ഇനിയും കർത്താവിൻ്റെ മടങ്ങി വരവിൽ ഒരു മഹത്തായ വാക്തത്വം, വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നാം വിശുദ്ധിയോട് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിലേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും ദൈവസഭ ഒന്നു ചേർന്ന് വിശുദ്ധിയോടെ ജീവിച്ചെടുക്കണം. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. ഇനി മാതൃകയുള്ള ദൈവസഭയെ കുറിച്ച് അടുത്ത പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്കുകളാണ്, നല്ല ശുശ്രൂഷകന്മാരും നല്ല അധ്യക്ഷന്മാരും ഉണ്ടാകുന്ന ദൈവസഭയായി ദൈവസഭ മാറണം. ഈ ശുശ്രൂഷകന്മാർ, അധ്യക്ഷന്മാർ എന്നുള്ള ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകൾ നമ്മൾ എടുത്തിട്ടുള്ളതാണ്. 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് വേഗത്തിൽ ആ ഭാഗത്തെ മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഈ അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും ഉള്ള വാക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ, നല്ല സാക്ഷ്യം ഉള്ളവരായി തീരണം
ദൈവസഭയിൽ കടന്നു വരുന്നവർ. അതുകൊണ്ട് 2 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം, ഞങ്ങൾ അവനോടുകൂടെ ഒരു സഹോദരനെയും അയക്കുന്നു, സുവിശേഷ സംബന്ധമായ അവന്റെ പുകഴ്ച സകല സഭയിലേക്കും പകർന്നിരിക്കുന്നു. അപ്പോൾ ദൈവസഭയെ കടന്നു വരുന്നവരെ കുറിച്ച് പറയാണ്, നല്ല സാക്ഷ്യം ഉള്ളവർ ആയി തീരണം സഭയിൽ നിറയപ്പെടുവാൻ. അപ്പൊ ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ഇതര കാര്യങ്ങളിൽ ബന്ധമില്ലാത്തവരായി നല്ല സാക്ഷ്യം നമ്മൾക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് പുകഴ്ച ഉണ്ടാകുവാൻ കഴിയുള്ളൂ. ഇവിടെ തീത്തോസിനെ കുറിച്ച് പറയുന്ന വാക്കാണ് പൗലോസ് അപ്പോസ്തലൻ, ഞങ്ങൾ സുവിശേഷ സംബന്ധമായ അവന്റെ പുകഴ്ച സകല സഭയിലേക്കും പരന്നിരിക്കുന്നു. സകല സഭയിലേക്കും പരന്നിരിക്കുന്നു. എവിടെ? വിശുദ്ധന്മാരായി ദൈവസഭയെ ശുശ്രൂഷിക്കുന്ന അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും ദൈവസഭയുടെ ഭാഗമായി തീർന്നു കഴിയുമ്പോൾ അവരെക്കുറിച്ചുള്ള നല്ല വാർത്തകൾ, നല്ല ഭക്തന്മാർ, നല്ല വിശുദ്ധന്മാരാണ്, നല്ല സാക്ഷ്യം പ്രാപിച്ചവരാണെന്നുള്ള സാക്ഷ്യം മറ്റു സഭകളിലേക്ക് വാർത്തകൾ പോയിരിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സഭാപ്രസംഗിയുടെ പുസ്തകം 7-ാം അധ്യായം വായിച്ചു വരുമ്പോൾ, ഞാൻ ഇന്ന് രാവിലെ വായിച്ചപ്പോൾ ഒത്തിരി അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. 7-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു വാക്കാണ്, നല്ല പേർ സുഗന്ധ തൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമമല്ലോ. അപ്പോൾ നല്ല സാക്ഷ്യം ലഭിച്ചവനെ കുറിച്ച് ഇവിടെ പറയുന്നൊരു വാക്കാണ്, മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമമല്ലോ. നമ്മുടെ ജീവിതയാത്രയെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു തലമുറ ഉണ്ടാകുമ്പോൾ ജനന ദിവസം വളരെ ആഹ്ലാദവും ആനന്ദവും സഭയ്ക്ക് മുഴുവനും, ചുറ്റുപാടുകൾക്ക് മുഴുവനും, അല്ല കൂട്ടുകാർക്കോ ബന്ധുമിത്രാദികൾക്കോ സ്വന്തക്കാർക്കും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്കും എല്ലാം ജനന ദിവസം നല്ല സുഗന്ധം ഉളവാക്കുന്നു. പക്ഷേ മുന്നോട്ടുള്ള ജൈത്രയാത്രയിൽ ഈ മരണ ദിവസത്തിൽ ഈ വാക്കുകൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ, മരണ ദിവസത്തിൽ വന്ന് നമ്മുടെയൊക്കെ നാട്ടുകളിൽ, നാട്ടിൻപുറങ്ങളിൽ, നമ്മുടെ ദൈവസഭകളിലൊക്കെ ഈ മരണ ദിവസമാണല്ലോ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ദിവസം മരണ ദിവസമാണ്. ജനന ദിവസത്തിൽ അത്രയും കള്ളം പറയാൻ കാര്യങ്ങളില്ല, കാരണം ജനിച്ച ദിവസമായതുകൊണ്ട് അത്രയും കള്ളം പറയാനില്ല. മരണ ദിവസത്തിൽ വന്ന് കള്ളം പറയുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. ഇന്നലെ ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് വരെയും കുറ്റം പറഞ്ഞ്, കുറവ് പറഞ്ഞ്, അവനെക്കുറിച്ച് ഇല്ലാവചനങ്ങൾ പറഞ്ഞ്, ആക്രമിക്കാമെന്ന് അത്രയും ആക്രമിച്ച ശേഷം, അല്ലെങ്കിൽ അവനെ എന്തൊക്കെ ചെയ്യാമോ സഭയ്ക്കകത്താണ് സഭയ്ക്കകത്തിരുന്ന് കുത്തിക്കൊണ്ട്, സഭയ്ക്കകത്ത് പുറത്താക്കിക്കൊണ്ട്, മറ്റിതര കാര്യങ്ങളെല്ലാം ചേർന്നിട്ട് പറഞ്ഞിട്ട് വെളിയിലേക്ക് വന്ന് മരിച്ചു പോയെന്നിരിക്കട്ടെ, ആ വ്യക്തിയൊക്കെ മരിച്ചു പോയെന്നിരിക്കട്ടെ, മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ വന്നിരുന്ന് മറ്റുള്ളവരുടെ മുൻപിൽ അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കൂടിയിരിക്കുന്ന ആ ബോഡി നോക്കിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇതുപോലൊരു നല്ല മനുഷ്യൻ വേറെ ഇല്ല. ഇന്നലെ വരെ വാക്കെടുത്ത് കുറ്റം പറഞ്ഞവൻ, കുറവുകൾ മുഴുവൻ വിളിച്ചു പറഞ്ഞവൻ, അല്ലെങ്കിൽ അവനെക്കുറിച്ച് പറയാവുന്നതിൻ്റെ പരമാവധി പറഞ്ഞ് വഴക്കുണ്ടാക്കിയവൻ ഇന്ന് വന്ന് പറയുകയാണ്, ആ ബോഡിയെ നോക്കിക്കൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്, ഇവനെ പോലെ നല്ല മനുഷ്യൻ ആ വ്യക്തി ആണെന്ന് പറയുമ്പോൾ, ഇവിടെ ഈ വേദപുസ്തകം പറയുന്ന അങ്ങനല്ല, ജനന ദിവസത്തെക്കാളും മരണ ദിവസം നല്ലതായി തീരണം. എങ്ങനെ? ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവനായി തീരണം. പ്രിയ സ്നേഹിതരെ, നമ്മളെക്കുറിച്ച് ലോകം എന്ത് പറഞ്ഞാലും പ്രശ്നമല്ല. ഒരുപക്ഷെ നമ്മുടെ ഇഷ്ടമല്ലാത്തവർ എന്തും പറയാം നമ്മളെക്കുറിച്ച്, നമ്മുടെ സ്വഭാവം ഇഷ്ടമല്ലാത്തവർ നമ്മളെക്കുറിച്ച് എന്തും പറയാം. നമ്മൾ സ്ട്രേറ്റ് ഫോർവേഡ് ആണെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്നവർ ഒത്തിരി പേര് കണ്ടേക്കാം. പക്ഷേ ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ലോകക്കാരെന്തെല്ലാം പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല. ഞാനും ദൈവവുമായുള്ള ബന്ധത്തിൽ നല്ല സാക്ഷ്യം പ്രാപിച്ചെങ്കിൽ മാത്രമേ വിശുദ്ധന്മാരുടെ ഗണത്തിൽ ഞാൻ ഉണ്ടാകുകയുള്ളൂ എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഞാൻ വേഗം കടന്നു പോകട്ടെ, സമയത്തിന്റെ പരിധി എൻ്റെ മുൻപിൽ ഇനിയും 5 മിനിറ്റോട് മാത്രമേ ഉള്ളൂ. ഇനിയും നല്ല ശുശ്രൂഷകനും അധ്യക്ഷന്മാരായി തീരണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് തൻ്റെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചും ആത്മാവിൻ്റെ ഫലത്താൽ നിറഞ്ഞിരിക്കുന്നവനെ കുറിച്ചും
ബോധമുള്ളവനായി തീരണം. ആര്? ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നവർ. തൻ്റെ ഉള്ളിൽ ഒരു ആത്മാവ് ഉണ്ടെന്നും ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ആത്മാവിൻ്റെ ഫലം കാഴ്ചവെക്കുന്നവനുമായി തീരണം ദൈവസഭയിലെ അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ, ദൈവസഭയ്ക്കകത്ത് കടന്നു വരുന്നവരെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി മൂന്നാമത്തെ കാര്യം, ജ്ഞാനം നിറഞ്ഞവനായി തീരണം. അത് വിവേചിച്ചറിയുന്നവനും മനസ്സിലാക്കുന്നവനുമാണ് ദൈവസഭയിലെ അധ്യക്ഷന്മാർ, ശുശ്രൂഷകന്മാർ എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ അവിടെ പഠിപ്പിക്കുന്നു. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ അങ്ങ് വിട്ടുപോവുകയാണ്. അതുകൊണ്ടാണല്ലോ പുതിയ നിയമ ശുശ്രൂഷകന്മാരെ കുറിച്ച് ഈ യേശു കർത്താവ് തന്നെ പഠിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. മർക്കോസ് സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 43-44 പല പ്രാവശ്യം ഞാൻ ഉറപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങൾ മഹാനാകാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷന്മാരാകണം. നിങ്ങൾ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവ എല്ലാവർക്കും ദാസന്മാരാകണം. അതിന്റെ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം, കർത്താവ് ഗുരുവായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയെങ്കിൽ തമ്മിൽ കഴുകേണ്ടതാകുന്നു. ഒരു ശുശ്രൂഷ ജ്ഞാനം പ്രാപിച്ചവനായി തീരണം, മനസ്സിലാക്കുന്നവനായി തീരണം. അവിടെ കൊണ്ട് ഞാൻ ആ ഭാഗം നിറച്ച് മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വേഗം കടന്നു വന്ന് ഒരു 2-3 മിനിറ്റിനകത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും പൗലോസ് അപ്പോസ്തലൻ ദൈവസഭയുടെ അവസാനം പറയുന്ന, അല്ലെങ്കിൽ ഈ 1-2 വാക്യത്തിന്റെ അവസാനം പറയുന്ന വാക്കാണ് കൃപയും സമാധാനവും നിറഞ്ഞിരിക്കുന്ന സഭ. കൃപ നമുക്കറിയാം, ദൈവത്തിൽ നിന്ന് അർഹതയില്ലാത്ത ലഭിച്ച സമയത്ത് ലഭിച്ച ദാനം. കൃപ, ചാരീസ് എന്ന വാക്കാണ്, ഗ്രീക്ക് വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. കൃപ, ആ കൃപ നമ്മളുമേൽ വന്നപ്പോൾ നമ്മൾ ദൈവസഭയ്ക്കകത്ത് ഒരിക്കലും ഇതിനകത്ത് കടന്നു വരുവാൻ എനിക്ക് യോഗ്യതയില്ലെന്ന സ്ഥാനത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പുറകോട്ടും തിരിഞ്ഞു നോക്കി ഇതൊന്നും യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, ഒരു അർഹതയുമില്ലാത്ത സ്ഥാനത്ത് ലഭിച്ചു തന്ന എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുന്നവരായി തീരണം. അത് നമ്മുടെ ഭൗതിക വിഷയങ്ങളായിരുന്നോട്ടെ, നമ്മുടെ ആത്മീയ വിഷയങ്ങളായിരുന്നോട്ടെ. ഒരിക്കലും നിത്യതയോട് അടുക്കുവാൻ എനിക്ക് യോഗ്യതയില്ലായിരുന്നു എന്നെ ആ ദൈവത്തിന്റെ കൃപ എന്നെ തേടി വന്നതുകൊണ്ട് അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത് എനിക്ക് ആ ദാനം ലഭിച്ച് ആ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും നമുക്ക് ലഭിച്ചു. അതുകൊണ്ട് റോമാലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ കൃപ നമ്മുടെ മേൽ കടന്നു വന്നപ്പോൾ നമുക്ക് സൗജന്യമായി നീതീകരിക്കപ്പെടുവാൻ കഴിഞ്ഞു. ഇനി സമാധാനം എന്ന് പറയുന്നത് മറ്റുള്ളവരുമായി ബന്ധിപ്പിക്കുന്ന, ഒന്നിച്ചു ചേർക്കുന്ന, നെയ്തു ചേർക്കുന്ന ഒന്നാണ് സമാധാനം എന്ന് പറയുന്നത്. ദൈവസഭയിൽ കടന്നു വരുന്നവർ സമാധാനം പകരുന്നവരായി തീരണം. ദൈവ കൃപ പ്രാപിച്ചവർക്ക് മാത്രമേ, അർഹിക്കപ്പെടാത്ത സ്ഥാനത്ത് ആ കൃപ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മാത്രമേ ദൈവസഭയ്ക്കകത്ത് സമാധാനം അരുളുവാൻ കഴിയുള്ളൂ. ദൈവസഭയ്ക്കകത്ത് കടന്നു വന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട്, മറ്റുള്ളവരെ ഒരു പഴിചാരിയിട്ട് അസമാധാനം വരുത്തുന്നവനല്ല ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കുന്നതിന്റെ അകത്ത് സമാധാനം വ്യാപരിക്കും. അവൻ സമാധാനം വിതറുന്നവനായി തീരും. അവൻ വ്യാപരിച്ചിരിക്കുന്ന, അവന്റെ കുടുംബത്തിനകത്ത് വ്യാപരിച്ചിരിക്കുന്ന സമാധാനം മറ്റുള്ളവരിലേക്ക് അവൻ കൊടുക്കുന്നവനായി തീരും. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം പറയും, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ലോകം തരുന്ന സമാധാനം എന്ന് പറയുമ്പോൾ, നമ്മൾ രോഗിയെ കാണാൻ പോകുമ്പോൾ ലോകം തരുന്ന സമാധാനം, എൻ്റെ കൊച്ചപ്പനും കഴിഞ്ഞ ദിവസം ഈ രോഗത്താൽ മരിക്കപ്പെട്ടു പോയി, അല്ലെങ്കിൽ ഞങ്ങൾ അയലോകത്തുള്ളവർ ഇങ്ങനെ മരിക്കപ്പെട്ടു പോയി, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ലെന്ന് തരുന്ന ലോകം തരുന്ന സമാധാനം. പക്ഷെ ദൈവം തരുന്ന സമാധാനം, എന്തിനും എൻ്റെ അടുത്ത് പരിഹാരമുണ്ട്. നമുക്ക് വേണ്ടത് സമാധാനമാ. നമ്മൾ എന്ത് സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത്? എൻ്റെ സഹോദര, ഭാരത്താൽ പ്രയാസത്താൽ ഇരിക്കുന്ന, വിഷമത്തിലിരിക്കുന്ന പ്രിയ സഹോദരങ്ങൾ പറയേണ്ടത് അത് നടക്കത്തില്ലെന്നല്ല പറയേണ്ടത്. പോസിറ്റീവായി പറയും, അത് നടക്കും സഹോദര. കാരണം നമ്മളെ വീണ്ടെടുത്ത യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് അത് നടക്കുമെന്ന് സമാധാനം മറ്റുള്ളവരിലേക്ക് കൈമാറുന്നവരായി നമ്മൾ മാറണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഒറ്റ വാക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിന് 1-ാം വാക്യം, വിശ്വാസത നീതീകരിക്കപ്പെട്ടു നമ്മുടെ കർത്താവ്
കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്, ലോകത്തോടല്ല. ലോകം തരുന്ന സമാധാനമെല്ലാം താൽക്കാലികമാകുമ്പോൾ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമുക്ക് ദൈവം തരുന്നത് സമാധാനമാണ്. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയാത്ത ഏത് പ്രതിസന്ധി കടന്നു വരുമ്പോഴും ലോകം പറയും അത് നടക്കത്തില്ല, അങ്ങനെ പോകത്തില്ല, ഇങ്ങനെ മാത്രമേ തീരുകയുള്ളൂ എന്ന് ലോകം വിധി എഴുതുമ്പോൾ ഈ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം നമുക്ക് പറയാൻ തരും, യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് സമാധാനമുണ്ട്. അവനാണ് സമാധാനത്തിന്റെ പ്രഭു, അവനാണ് നമ്മളെ വീണ്ടെടുത്തത്, അവനാണ് നമ്മളെ വിശുദ്ധീകരണത്തിൽ നയിച്ചത്, അവനാണ് നമുക്ക് വേണ്ടി നിത്യത ഒരുക്കിയത്. ആ ദൈവത്തിന്റെ സമാധാനം പ്രാപിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിച്ചെടുക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.